നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് ലോക വനിതാ ദിനം. സ്ത്രീകളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാമെന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ RS നിഷിയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ വളരെ സന്തോഷത്തോടെ ഒരു വനിതാ ദിനം നേരുകയാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഡോക്ടർ, പൊതുവെ സ്ത്രീകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് ആദ്യ ചോദ്യം. ഇന്ന് വനിതാ ദിനമാണ്. അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വന്നാൽ പൊതുവെ എന്തൊക്കെയാണ് സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ? സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് തുടങ്ങുന്നത് കുഞ്ഞിലെ മുതലാണ് ഒരു സ്ത്രീയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അപ്പൊ അതൊരു ഒരു ഒരു സർക്കിള് പോലെ കിടക്കുകയാണ്. അപ്പം നമ്മുടെ പ്രഗ്നൻസിയില് അത് ഉള്ളിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യം മുതൽ അത് വലുതായി കൗമാരം, യൗവനം, അതുപോലെ തന്നെ പിന്നീട് അഡൾട്ട്, അത് പ്രായമായി വരുമ്പോൾ, അപ്പൊ അങ്ങനെ ഓരോ ഘട്ടത്തിലും സ്ത്രീയുടെ ആരോഗ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. ആദ്യം പൊതുവെ നമ്മുടെ സ്ത്രീകളുടെ ആരോഗ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടേതായ നമ്മുടെ ബയോളജിക്കലി ഉള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കും. അതായത് ഇപ്പം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതുപോലെ തന്നെ പ്രഗ്നൻസി, ഡെലിവറി, അപ്പൊ അങ്ങനെയുള്ള ആ സമയത്തുള്ള ആരോഗ്യം, മുലയൂട്ടല് തുടങ്ങിയ ആരോഗ്യം, ഒപ്പം തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെയുള്ള ദീർഘസ്ഥായി രോഗങ്ങള്, ഹൈപ്പർ ടെൻഷൻ, പ്രഷറിന്റെ ആയാലും ഡയബറ്റീസ് ആയാലും കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങള്, അതെല്ലാം ഒരു വശത്തുണ്ട്. പിന്നീടുള്ളത് ക്യാൻസർ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ബ്രസ്റ്റിനുണ്ടാവുന്ന ക്യാൻസറും, അതുപോലെ സെർവിക്സിന്റെ ഗർഭാശയങ്ങള് ക്യാൻസർ, അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മാനസികാരോഗ്യം തന്നെയാണ്. അത് ഒരുപാട് ടെൻഷനും പ്രഷറും അല്ലെങ്കിൽ ഉത്കണ്ഠയും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു ലൈഫില് മാനസികാരോഗ്യവും നമ്മൾ നന്നായിട്ട് കീപ്പ് ചെയ്യേണ്ടത് ആവശ്യം ഒന്ന്. അടുത്തത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങള്, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകള്, അത് വേറൊരു വശത്ത്. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ചെറുപ്പകാലത്തുള്ളതും നമ്മൾ പ്രായമാവുമ്പോൾ ഉള്ളതുമായ കുറേ പ്രശ്നങ്ങൾ അല്ലാതെ തന്നെ ഉണ്ടാവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രയുമാണ് സാധാരണഗതിയിലുള്ള പ്രശ്നങ്ങൾ. ഡോക്ടർ, അതുപോലെ തന്നെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത് വളരെ ചെറുപ്പത്തിൽ നിന്ന് തന്നെ തുടരണം. അപ്പോ ഒരു സ്ത്രീ സാധാരണഗതിയിൽ ഒരു സ്ത്രീ ഗർഭിണി ആവുമ്പോൾ കുറച്ച് പരിചരണവും കുറെ സംരക്ഷണവും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഇപ്പം ഡെലിവറി കഴിഞ്ഞ് അല്ലെങ്കിൽ മുലയൂട്ടല് അതൊക്കെ കഴിയുമ്പോൾ അത് അവിടെ തീരുകയാണ്. ഒരു സാധാരണക്കാരിൽ കൂടുതൽ ആളുകളിലും അത് അവിടെ തീരുകയാണ് ആ കെയർ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് അവരത് കൂടുതൽ അവരുടെ കാര്യത്തിലോട്ട് വലുതായിട്ട് ശ്രദ്ധിക്കുന്നുമില്ല എന്നുള്ളതാണ്. കാരണം കുടുംബം, കുട്ടികള്, അവരുടെ ജോലി, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ശ്രദ്ധിച്ചു വരുമ്പോൾ സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കാനും പലപ്പോഴും പുറകോട്ട് പോവുകയാണ്. അത് തന്നെ കുറെ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. നമ്മള് ഇപ്പം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയെന്ന് ചോദിച്ചാല്, ഒന്ന് ഏറ്റവും പ്രധാനം ഭക്ഷണമാണ്, പോഷകാഹാരം, അതായത് പോഷക ഗുണങ്ങളുള്ള ഭക്ഷണം കഴിക്കുക ഉള്ളതാണ്. പലപ്പോഴും ഒരുപാട് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അങ്ങനെയൊക്കെയുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുക. അതായത് വീട്ടിലുണ്ടാക്കി നമ്മളുടെ പോഷകാഹാരം കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കാൽഷ്യവും അങ്ങനെയുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം തന്നെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കുന്നതും ഇതൊരു വലിയ രോഗത്തിലേക്ക്, നമ്മുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് പോകുന്നുണ്ട് ഭക്ഷണം. രണ്ടാമത്തെ കാര്യം വ്യായാമങ്ങൾ. അപ്പൊ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ
വണ്ണം കൂടുന്നു, ജോയിന്റ്സിനും ഒക്കെ വേദന, നടുവേദന, കാലിന് വേദന, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിന്റെ എല്ലാം പ്രശ്നങ്ങള് ഒരു കാരണം അവര് പ്രായമായി വരുമ്പോഴുള്ള ഒരു നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഹോർമോണിന്റെ ചേഞ്ചസും ഒക്കെ കൊണ്ടുവരും. മറ്റൊന്ന് ഒരു സെഡന്ററി ലൈഫ് ആയിരിക്കും പലപ്പോഴും. വീടിനകത്ത് വലിയ കട്ടിപ്പണിയൊന്നുമില്ല, ജോലിയൊന്നും ചെയ്യാതെ കൂടുതൽ സമയവും നമ്മൾ അനങ്ങാതെ ഇരിക്കുക, അതുപോലെ തന്നെ പ്രത്യേകിച്ച് TV തുടങ്ങിയ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരം അനങ്ങാതെ തന്നെ തുടർച്ചയായിട്ടിരിക്കുകയും നമുക്ക് ആവശ്യത്തിനുള്ള പോഷകാഹാരം കിട്ടാതെയും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ എല്ലും നമ്മുടെ മസിലും ഒക്കെ തന്നെ അതിന്റെ ശക്തി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോ വ്യായാമത്തിന്റെ ഒരു പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നോർമലായിട്ടുള്ള രീതിയിൽ വ്യായാമം നടത്തുക, നമ്മുടെ ജോയിന്റിനെല്ലാം ഒരു എന്താ പറയുക ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള വ്യായാമം ചെയ്യുക, അങ്ങനെയുള്ള രീതിയിൽ പോകാമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി, നമ്മുടെ ലൈഫ് ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും വ്യായാമം. അടുത്തത് ഉറക്കമാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടണം. കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മാനസികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും നമുക്ക് നല്ലൊരു രീതിയിൽ നമുക്ക് പോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം ആവശ്യത്തിന് ഉറക്കം കിട്ടണം. മറ്റൊന്ന് റെഗുലർ ആയിട്ടുള്ള പരിശോധനകളാണ്. പ്രത്യേകിച്ചും ഒരു 35-40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മള് സ്ഥിരമായിട്ട് ഇപ്പം ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് തുടങ്ങിയ അതൊക്കെ നമുക്ക് പരിശോധന റെഗുലർ ആയിട്ട് നമുക്ക് നടത്താം. ഹൃദ്രോഗം എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം. ഒപ്പം അല്ലാതെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ബ്രസ്റ്റ്, പ്രത്യേകിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ 2 ക്യാൻസറുകൾ, ബ്രസ്റ്റും സെർവിക്സിൽ ഉണ്ടാവുന്ന ക്യാൻസർ, അത് നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിക്കാമെങ്കിൽ വളരെ നേരത്തെ കണ്ടുപിടിച്ച് അത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പലപ്പോഴും നമ്മളത് കണ്ടുപിടിക്കാതെ പോകുമ്പോഴാണ് ലേറ്റർ സ്റ്റേജില് നമുക്കത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുന്നത്. മറ്റൊന്ന് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് മാനസികാരോഗ്യമാണ്. പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ കുടുംബവും കുട്ടികളും ജോലിയും എല്ലാമായിട്ട് വളരെ ഞെരുക്കത്തിലും വളരെ തിരക്കോടും ആയിട്ടിരിക്കുമ്പോൾ അവർക്കൊരു മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം, അവർക്ക് ഇഷ്ടമുള്ള, അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും കിട്ടുവാണെങ്കിൽ അത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തീർച്ചയായിട്ടും അത് ബാധിക്കും. നന്നായിട്ട് ആരോഗ്യം മുമ്പോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്വാളിറ്റി, ജീവിതത്തിന്റെ ആ ക്വാളിറ്റി മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഉദാഹരണം, ഒരുപാട് പേർക്കും ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. ഇതെല്ലാം ഒരു അവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ അത് കുറഞ്ഞു കൊണ്ടുവരും, അല്ലെങ്കിൽ അതിന് സമയം കിട്ടില്ല. അപ്പൊ എല്ലാ സ്ത്രീകൾക്കും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ കുറച്ച് സമയമെങ്കിലും ഇപ്പം സംഗീതമാവാം, നൃത്തമാവാം, വായനയാവാം, ചിത്രരചനയാവാം, അവരുടെ അഭിരുചിക്കനുസരിച്ച കാര്യങ്ങളിൽ കുറച്ച് സമയം കൂടി മാറ്റിവെക്കാമെങ്കിൽ അതും നമ്മുടെ ഒരു ആരോഗ്യത്തിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ, പ്രശ്നങ്ങൾ നിരവധിയാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആർത്തവ സമയങ്ങൾ. ഈ ആർത്തവ സമയങ്ങളിൽ നാം ശാരീരികമായും മാനസികമായും ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അവയൊക്കെ എങ്ങനെ നമുക്ക് നേരിടാം? അത് പ്രായപൂർത്തിയാവുമ്പോൾ പെൺകുട്ടികളില് ആർത്തവം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് ഒരു നോർമലായിട്ട് തന്നെ അവർക്ക് വേദനയും, ചെറിയ വേദനയും, നടുവേദനയും ഒക്കെ ഉണ്ടാവും. വളരെ ചുരുക്കം പേരിലാണ് അത് വളരെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ നോർമലായിട്ട് തന്നെ അത് കാണുമ്പോൾ അവർക്കൊരു റീഅഷ്വറൻസ് കൊടുക്കുകയും ഇത് നോർമലാണ്, ഇങ്ങനെയുള്ള ചെറിയ വേദനയൊക്കെ അങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു അഷ്വറൻസ് നമ്മളുടെ ഭാഗത്തുനിന്ന് അത് കൊടുത്ത് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വളരെ സീരിയസ് ആയിട്ടുള്ളെങ്കിൽ അതുപോലെ പ്രോബ്ലം വരുന്നതിൽ മാത്രമേ നമുക്ക് മെഡിസിന്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ ആ രീതിയിൽ അവരെ കൊണ്ടുപോവുക. അതുപോലെ ആർത്തവ സമയത്തുള്ള വൃത്തി, ഹൈജീൻ, അതായത് എപ്പോഴും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ആ രീതിയിൽ അത് കൊണ്ടുപോവുക. അതിനുള്ള ഒരു അവബോധം പാരന്റ്സിനും വേണം, കുട്ടികൾക്കും വേണം. അത് കൃത്യമായിട്ട് അത് വരുന്നുണ്ടോ, അതിനകത്ത്
ഒരുപാട് ബ്ലീഡിംഗ് ഉണ്ടോ? അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആർത്തവ സമയത്തെ കാര്യവും അത് കഴിഞ്ഞ് വരുന്ന പിന്നെ മുമ്പോട്ട് പോകുമ്പോഴും നമുക്കിത് ഇത് തന്നെ ഫോളോ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം. പ്രായമാകുമ്പോഴാണ് ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു പെരി മെനോപോസ് വരും, പീരീഡ്സ് ഒക്കെ നിൽക്കാൻ പോകുന്ന ഒരവസരം. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ആ സ്ത്രീ ഹോർമോണിന്റെയും ഈസ്ട്രജന്റെ ഒക്കെ അളവ് കുറയും. അപ്പൊ ആ ഒരു ഭാഗം വരുമ്പോഴാണ് വീണ്ടും പ്രശ്നം ഉണ്ടാവും. പലർക്കും പല രീതിയിലായിരിക്കും അത് പ്രസന്റ് ചെയ്യുന്നത്. ചിലർക്ക് ഈവൻ ഡിപ്രഷനോ അല്ലെങ്കിൽ അതുപോലെ ആൻസൈറ്റിയോ ഭയങ്കര ചൂട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിംറ്റംസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ആർത്തവ വിരാമം വന്നു കഴിഞ്ഞാലും ഈ ഹോർമോണിന്റെ ഈ ചേഞ്ച് വരുന്നത് കൊണ്ട് ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഞാനത് ഇടപെടുകയാണ്. കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്, കൊല്ലത്ത് നിന്നും മാളവികയാണ്. മാളവിക, ഡോക്ടറോട് സംസാരിച്ചോളൂ. മേഡം, എന്റെ മുഖത്താണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ വൈറ്റ് ആയിട്ടുള്ള ചെറിയ ഇങ്ങനെ ഡോട്ട്സ് ഉണ്ട്. അതാണെങ്കിൽ വൈറ്റമിന്റെ ഡെഫിഷ്യൻസി. അപ്പൊ അത് മാറാനായിട്ട് നമുക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കണമെന്നാണ് എനിക്ക് അറിയേണ്ടത്. മാളവിക, ഒന്ന് ഉറക്കെ സംസാരിക്കാമോ? മേഡം, എന്റെ മുഖത്താണെങ്കിൽ ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ, മുഖത്ത് അതായത് മുഖത്ത് ധാരാളം പാടുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വെള്ളപ്പാടുകളാണോ? വെള്ളപ്പാടുകളാണോ ഉദ്ദേശിക്കുന്നത്? കേൾക്കാമോ? വൈറ്റമിന്റെ കുറവുകൾ കൊണ്ടാണെന്ന് തോന്നുന്നു മുഖത്ത് ധാരാളം വെള്ളപ്പാടുകൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് മുഖത്തുണ്ടാകുന്ന പാടാണെങ്കിൽ അത് കുറെ കാരണങ്ങൾ കൊണ്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ നോക്കിയാൽ മാത്രമേ, അത് പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അതൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. കാരണം അത് ഒരു വൈറ്റമിന്റെ കുറവ് കൊണ്ട് മാത്രം അങ്ങനെ ഒരു പാട് വരുന്നതായിരിക്കില്ല. ചിലപ്പം വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടും വരാം. ഫംഗസിന്റെ ഇൻഫെക്ഷൻ കൊണ്ടുവരാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാരണങ്ങളുണ്ട്. അപ്പൊ അത് എന്താണ് കാരണം എന്ന് അറിഞ്ഞ് അത് ചികിത്സിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു കൗമാരപ്രായത്തിലുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ഭക്ഷണം ഈ വൈറ്റമിനും മിനറലും എല്ലാം ഉള്ള നമ്മുടെ അതായത് പച്ചക്കറികള്, ഫൈബർ കണ്ടന്റുള്ള പച്ചക്കറികള്, ഇലവർഗ്ഗങ്ങള്, പാലോ മുട്ടയോ അങ്ങനെയൊക്കെയുള്ള പയറുവർഗ്ഗങ്ങൾ, അതൊക്കെ ശരിയായ രീതിയിൽ കഴിച്ചു പോകാമെങ്കിലും മിക്കവാറും നമുക്ക് ഈ തരത്തിലുള്ള ഒരു ഡെഫിഷ്യൻസി വരില്ല. പക്ഷെ ഇത് ഡെഫിഷ്യൻസി തന്നെ ആണോ എന്ന് നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് അതിന്റെ കാരണം കണ്ടുപിടിച്ചിട്ട് അത് ചികിത്സിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കോമൺ ആയിട്ട് നമുക്കതൊരു വൈറ്റമിൻ ഡെഫിഷ്യൻസി നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ പറയാനും പറ്റില്ല. ശരി, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വ്യായാമം അതുപോലെ ഭക്ഷണക്രമം ഇവ വളരെ പ്രധാനപ്പെട്ടതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കണം ഒരു വ്യായാമ രീതി പിന്തുടരേണ്ടത്? അതുപോലെ തന്നെയാണ് ഭക്ഷണ കാര്യങ്ങളിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഞാൻ ഭക്ഷണകാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ഈ കെമിക്കലൊന്നും വരില്ല. ഒരുപാട് ഫാറ്റോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നമുക്ക് കൂടുതൽ ഹാനികരമാവുന്ന വസ്തുക്കളൊന്നും നമ്മൾ അതിൽ ചേർക്കില്ല. അപ്പം മാക്സിമം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാവുന്ന ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളും അതുപോലെ പയറുവർഗ്ഗങ്ങളും ഒക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ സമയത്ത് ആവശ്യത്തിന് കഴിക്കുകയാണെങ്കിൽ അതിനകത്തൊരു പോഷകാഹാരക്കുറവ് വരില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഹോർമോണിന്റെ ചേഞ്ച് ഒക്കെ വരുന്ന സമയത്തുള്ളതാണെങ്കിൽ അത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവര് പറയുന്ന നോക്കിയിട്ട് കാൽഷ്യമോ വൈറ്റമിൻ ഡി ഗുളികകളോ നമുക്ക് കഴിക്കാവുന്നതാണ്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ തന്നെ ഭക്ഷണം ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ ഭക്ഷണം അങ്ങനെ കഴിച്ചു പോകാതെ അത് സ്ഥിരമായിട്ട് ഒരു നോർമലായ ലെവലിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതിലൊരു പ്രധാന കാര്യം നമ്മുടെ വെയിറ്റ് നമ്മളെപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം. അതായത് ഇപ്പൊ ഓവർ വെയിറ്റ് ഒക്കെ ആയി കൂടുതൽ കൊഴുപ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നിട്ട് വെയിറ്റ് ഒക്കെ കൂടുകയാണെങ്കിൽ അത് വീണ്ടും നമ്മളുടെ ആരോഗ്യത്തെ ബാധിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നടക്കുന്നതിലും മുട്ടുകൾക്കും സന്ധികൾക്കും ഒക്കെ വേദനയും അല്ലെങ്കിൽ നടക്കാൻ പറ്റാതാവുകയും തേയ്മാനം കൂടുകയും
ഓൾറെഡി തേയ്മാനമൊക്കെ വരാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥയെ മാറ്റാനായിട്ട് ശ്രമിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വെയിറ്റും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. ഭക്ഷണവും ആവശ്യത്തിന് വെള്ളവും, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളവും കഴിക്കുക, വെയിറ്റ് നമ്മളുടെ മെയിൻറ്റെയിൻ ചെയ്യുക. അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡോക്ടർ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇതുപോലെ നമ്മൾ പോകുമല്ലോ, അപ്പൊ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. വ്യായാമത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ, വ്യായാമം നമ്മളിപ്പോ ഇങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന തരത്തിലുള്ള വ്യായാമം ചെയ്യാം. ഇപ്പൊ ഈവൻ നമ്മള് വീട്ടിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം നടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഒരു റിലാക്സേഷൻ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബോണിന്റെ ഡെൻസിറ്റി കുറയാൻ സാധ്യതയുണ്ട് സ്ത്രീകൾക്ക്. അപ്പൊ അതുകൊണ്ട് കഴുത്തിന് അല്ലെങ്കിൽ നടുവിന്, മുട്ടിന് ഒക്കെ പറഞ്ഞ പോലെയുള്ള ഒരു സ്റ്റിഫ്നെസ്, ഒരു തേയ്മാനമോ അല്ലെങ്കിൽ ഇരുന്നിട്ട് വേദനയും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് മാറണമെങ്കിൽ നമുക്ക് ആ എല്ലാ ജോയിന്റും ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഡെയിലി അതൊന്ന് മൂവ് ചെയ്തുള്ള എക്സസൈസുകളുണ്ട്. അപ്പൊ ആ എക്സസൈസുകൾ നമുക്ക് ഡെയിലി ചെയ്യണം. ഇപ്പൊ ഒരു ദിവസം ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിച്ചത് കൊണ്ടോ ഇത് മാറുന്നില്ല. അപ്പൊ നമ്മള് അതൊരു നിരന്തരമായ ഒരു പ്രക്രിയയാണ്. അപ്പൊ അത് സ്ഥിരം ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു പ്രയോജനം കിട്ടത്തുള്ളൂ. മാത്രമല്ല, മറ്റെന്തെങ്കിലും അസുഖം ഉള്ളവരാണെങ്കിൽ, ഇപ്പം ഹൃദ്രോഗമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. കുറച്ച് കൂടുതലായിട്ടുള്ള എക്സസൈസ് ഒക്കെ അതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ ചെയ്യാൻ പാടുള്ളൂ. നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് അവരുടെ ചെയ്യാവുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം. അതാണ് നല്ലത്. ഡോക്ടർ, ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. തിരൂരിൽ നിന്നും സൗമ്യയാണ്. സൗമ്യ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ സംസാരിച്ചോളൂ. മാഡം, എനിക്ക് പീരീഡ്സ് കറക്റ്റ് അല്ല. ഞാൻ പ്രസവം നിർത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇപ്പൊ 3 മാസം ആവുന്നു, പീരീഡ്സ് ആവുന്നില്ല. എന്തെങ്കിലും പ്രോബ്ലം ആയതുകൊണ്ടാണോ? എത്ര വയസ്സുണ്ട്? എനിക്ക് 34. എത്ര വയസ്സായി? 34. ഹലോ, കേൾക്കാമോ സൗമ്യ? 34 വയസ്സ്. ഹലോ ഹലോ സൗമ്യ, കേൾക്കാമോ? 34. ഡോക്ടർ എത്ര വയസ്സായി? പറയുന്നത് 34 വയസ്സാണ് സൗമ്യക്ക്. എത്ര വയസ്സായി? 34 വയസ്സായി. 34 വയസ്സെന്നാണ് പറയുന്നത്. 34 വയസ്സല്ലേ? അത് ശരിക്കും പറഞ്ഞാല് അത് പീരീഡ്സ് ഇത്രയും നാള് റെഗുലർ ആയിരുന്നോ, അതുപോലെ കൂടുതൽ ബ്ലീഡിങ് ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് നമ്മൾ നോക്കണം. നോക്കിയിട്ട് അത് ഡോക്ടറെ കാണിക്കണം. കാരണം 34 വയസ്സ്, 35, 40 വയസ്സ്. കേൾക്കാമോ സൗമ്യ? കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? അപ്പൊ ആ സമയത്ത് നമ്മള് പല പരിശോധനകളും ചെയ്യുന്നത് നല്ലതാണ്. 34 വയസ്സായില്ലേ? അപ്പോ ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ റെഗുലർ ആയിട്ടുള്ള പരിശോധനയുടെ കൂട്ടത്തില് സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഗർഭാശയ, അതായത് സെർവിക്സിന്റെ ക്യാൻസർ ഒക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം. അതിനൊരു പാപ് സ്മിയർ എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അതുപോലെ പല ടെസ്റ്റുകളും ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. ചെയ്യുമ്പോൾ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യണ്ടേ. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ബ്രസ്റ്റും നമുക്ക് ഒരു സെൽഫ് എക്സാമിനേഷൻ ഉണ്ട്. അത് നമുക്ക് ചെറുപ്പത്തിലേ തുടങ്ങാം. ബ്രസ്റ്റിന്റെ സെൽഫ് എക്സാമിനേഷൻ അത് ചെയ്യേണ്ട രീതിയിൽ അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും മൊഴിയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തന്നെ ഒരു സംശയം, അത് ഡോക്ടറെ അടുത്ത് പെട്ടെന്ന് പോവാം. ഇല്ലെങ്കിൽ തന്നെ അത് കഴിയുമ്പോൾ മാമോഗ്രഫി ഒക്കെ ചെയ്യുന്നുണ്ട്, സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ചെയ്യാം. ഈ ആർത്തവത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ എക്സസ് ആയിട്ട് ബ്ലീഡിങ് വരികയോ കുറച്ച് നാളിങ്ങനെ വരാതിരുന്നിട്ട് പിന്നീട് കൂടുതൽ വരികയോ ചെയ്യുന്നത്, അത് നമ്മൾ പരിശോധിച്ച് നോക്കണം. എന്താണ്, എന്തെങ്കിലും അസുഖമാണോ, ഇതുവരെ നോർമൽ ആയിരുന്നോ, അതൊക്കെ നോക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, താങ്ക് യു മാഡം. ശരി ഡോക്ടർ. ഹലോ ഡോക്ടറിന്റെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. സ്ത്രീകളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ RS നിഷയാണ് ഇന്ന് നമുക്കൊപ്പം ഹലോ ഡോക്ടർ ചേർന്നത്. ഡോക്ടർ നന്ദിയുണ്ട്. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.
താങ്ക് യു.